ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മത്സരിക്കാൻ കോന്നി ആവശ്യപ്പെട്ടപ്പോൾ അതുകൊണ്ട് ഞാൻ റാന്നി എടുത്തോളാം എന്ന് പറഞ്ഞു. ഇത്രയും ഉണ്ടായുള്ളൂ. ഇതാണ് ഡീല്. നമുക്ക് ഈ SDP ഒക്കെ പറഞ്ഞ മാതിരി 2047 കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു വർത്തമാനമായി പോകും. എന്തായാലും 140 സീറ്റേ ഉള്ളൂ. ഇത് 3 കൂട്ടരും കൂടി പങ്കിട്ടെടുക്കുക എന്നുള്ളതാണ്. ഞാൻ വളരെ നിരുപാധികമായിട്ട് NDA ചേരുകയാണ് ചെയ്തത്. ഈ VD സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് കുറച്ചുകൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയായിരിക്കണം സംസാരിക്കേണ്ടത്. ഇപ്പോൾ ഷാബു ജേക്കബ് ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ഡോക്യുമെൻ്റ് ഉണ്ടാവണം, അതിനൊരു ആധികാരികത ഉണ്ടാവണം. വെറും തറ രാഷ്ട്രീയക്കാരുടെ മാതിരി വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ തട്ടിവിടരുത്. ഇവർ പറയുന്നു ഇങ്ങനെ ഒരു ഡീല് എന്തടിസ്ഥാനത്തിലാണ്? ഷാബു ജേക്കബ് ആരെങ്കിലും കണ്ടോ? NDAയുടെ ഏതെങ്കിലും നേതാക്കന്മാർ ആരെങ്കിലുമായിട്ട് കണ്ടോ? ആർക്ക് വേണ്ടി ഡീലുണ്ടാക്കി? എന്താ ഞങ്ങളുടെ ആവശ്യം അവിടെ? ഞങ്ങൾ ആരെങ്കിലും ഫോണിൽ സംസാരിച്ചെന്നോ ആരെങ്കിലും കണ്ടെന്നോ സംസാരിച്ചെന്നോ അത് പറയാതെ റാന്നിയിൽ ഡീലാണ്. റാന്നിയിലുണ്ടായത് ഇതാണത്. റാന്നിയിൽ കഴിഞ്ഞ തവണയും അതിന് മുമ്പിലുമെല്ലാം BDJS മത്സരിച്ച സ്ഥലമാണത്. അത് ഞങ്ങൾ കോന്നി ആദ്യത്തെ ലിസ്റ്റിൽ കോന്നി എഴുതിയതാണത്. ഞങ്ങൾ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾ എഴുതിയത് കോന്നിയാണ്. കാരണം ഞങ്ങളുടെ സംഘടന ഞങ്ങൾ അവിടെ 3 പഞ്ചായത്തുകൾ ഞങ്ങൾ മത്സരിച്ചത് അവിടെ. അപ്പോൾ തുഷാർജി പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ പത്മകുമാറാണ് മത്സരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, BDJSൻ്റെ അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഒരാൾ മത്സരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളവർക്കല്ലേ പ്രയോറിറ്റി കൊടുക്കണ്ടേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് കേരളത്തിലെ ഏത് സീറ്റ് വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞതാണ് ഞാൻ മത്സരിക്കുകയാണെങ്കിൽ. അത്രമാത്രം പ്രയോറിറ്റി തന്നു. അപ്പോൾ BDJSനെ സംബന്ധിച്ച് അത്രയും ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മത്സരിക്കാൻ കോന്നി ആവശ്യപ്പെട്ടപ്പോൾ അതുകൊണ്ട് ഞാൻ റാന്നി എടുത്തോളാം എന്ന് പറഞ്ഞു. ഇത്രയും ഉണ്ടായുള്ളൂ. ഇതാണ് ഡീല്. ഞാനും തുഷാർജിയുമായിട്ട് 1 മിനിറ്റിൽ തീർത്തൊരു പ്രശ്നമാണിത്. ഇത് പറയുന്നത് CPM-ഉം BJP തമ്മിലുള്ള ഒരു എന്തിനാ ഞങ്ങൾ CPM-നെ കാൻഡിഡേറ്റിനെ ഇട്ട് കഴിയുമ്പം അവിടുത്തെ വോട്ട്സ് ആര് പറഞ്ഞ് ഞങ്ങൾ വീക്ക് കാൻഡിഡേറ്റ് ആണെന്നുള്ളത്? ഇനി ഇതല്ലെങ്കിൽ ചിഹ്നം വരാതെ അല്ല, ഞാനേ ഒരു കാര്യം പറയാം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും താമരചിഹ്നം വരാൻ പറ്റില്ല. 14 സഖ്യകക്ഷികളുണ്ട്. സഖ്യകക്ഷികൾ അവരുടെ ചിഹ്നത്തിലല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പൊതുവായിട്ടെടുത്തൊരു തീരുമാനം ഞാൻ പറഞ്ഞുതരാം. കഴിയുന്നതും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ 2020 BDJS ഈ സഖ്യകക്ഷികളെല്ലാവരും തന്നെ എല്ലാ ജില്ലകളിലും അവരുടെ പ്രസൻസ് ഉണ്ടാകണം. അവർക്ക് സംഘടനാ സംവിധാനം ഉണ്ടാകണം എന്നുള്ളതല്ല. കാരണം ഇതൊരു കൂട്ടായിട്ടുള്ള ഒരു ശ്രമമാണത്. അപ്പോൾ എല്ലാ ജില്ലകളിലും 2020 BDJSും വരുമ്പോൾ അതാണ് യൂണിറ്റി ആയിട്ട് കാണിക്കുന്നത്. അത് അവിടെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾക്കടക്കം കൂടുതൽ വോട്ട് നേടാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. അത് ഞങ്ങൾ പൊതുവായിട്ടെടുത്ത തീരുമാനമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലപ്പോഴും ഈ പറയുന്ന ഇപ്പോൾ പത്തനംതിട്ട, കോട്ടയത്ത് ഞങ്ങളൊരു സീറ്റുണ്ട്, തൃശ്ശൂർ 2 സീറ്റുണ്ട്, എല്ലാ ജില്ലകളിലും. അതിലിപ്പോൾ ആലപ്പുഴ ഞങ്ങൾക്കില്ല. തിരുവനന്തപുരത്ത് കോവളം സീറ്റ് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മാറ്റി വെച്ചിരുന്നതാണ്. കോവളം സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പിച്ച അതാണ് 20 സീറ്റ് എന്ന് ആദ്യം അനൗൺസ് ചെയ്തത്. അതടക്കമായിരുന്നു 20 സീറ്റ്. അതിനിടയ്ക്കാണ് വേറൊരാൾ പഴയ LDFിലുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു, അവിടെ നിന്ന് മാറി BJPയിൽ ചേർന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് സീറ്റ് കൊടുക്കണം. എന്താ ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു തർക്കം ഒരു സ്ഥലത്തും ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. വളരെ സുതാര്യമായിട്ട് വളരെ സൗഹൃദപരമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇതിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് ആരും സ്വാർത്ഥ താല്പര്യക്കാരല്ല. അതുകൊണ്ടാണ് ആ വിട്ടുവീഴ്ച കൊടുത്തത്. അല്ലെങ്കിൽ എനിക്ക് 20 സീറ്റ് 2020ക്ക് 20 സീറ്റ്സ് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് 1 സീറ്റ് കുറയുമല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ഇടുക്കിയിൽ എവിടെയെങ്കിലും തരാം. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പോയി മത്സരിച്ച് കാര്യമില്ല, കുഴപ്പമില്ല, ഞാൻ 19 സീറ്റിൽ മത്സരിച്ചോളാം. ഒരു മാജിക് നമ്പർ എന്നുള്ള രീതിയിലാണ് 2020ക്ക് 20 സീറ്റ്സ് അതാണ് ഞങ്ങൾ ആദ്യം കൊണ്ടുവന്നത്. പക്ഷേ ഇതിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എടുത്തോളാൻ പറഞ്ഞു. ഇതും ഒരു ഫോൺ കോളിൽ തീർന്നൊരു കാര്യമാണെന്നാണ് പറഞ്ഞു. എന്തായാലും 140 സീറ്റേ ഉള്ളൂ. ഇത് 3 കൂട്ടരും കൂടി പങ്കിട്ടെടുക്കുക എന്നുള്ളതാണത്. ഇപ്പോൾ LDFിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും 140 സീറ്റും കിട്ടുമെന്ന് പറയും.
ഇനി UDF-ന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരും പറയും 140 സീറ്റ് കിട്ടുമെന്ന് പറയും. NDAയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 140 സീറ്റ്. പക്ഷേ എൻ്റെ അഭിപ്രായം ഈ 140 സീറ്റ് 3 മുന്നണികൾക്കുമായിട്ട് കിട്ടും. അന്തിമമായിട്ട് റിസൾട്ട് വരുമ്പോഴേ നമുക്ക് പറയാം. അല്ല, അതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണത്. ഇത് അന്തിമമായിട്ട് ജനങ്ങൾ തീരുമാനിക്കണ്ടേ. എന്തായാലും 21 മത്സരിച്ച NDA അല്ല ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ NDAക്ക് പങ്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാവരും പങ്കിട്ടെടുക്കുകയാണ്, പക്ഷെ NDAക്ക് ഒരു പങ്ക് കിട്ടുമോ? അതാണല്ലോ ഞാൻ പറഞ്ഞേ, 3 കൂട്ടരും കൂടി 140 സീറ്റിൽ വിജയിക്കും. റിയലിസ്റ്റിക്കലി നമ്മളുടെ ഒരു ടാർഗറ്റ് അതായത് ഭരണം, അതായത് കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ ഏത് നമുക്ക് 2000 ഒരു അടുത്ത കൊല്ലം, അടുത്ത ഘട്ടം അല്ലെങ്കിൽ അതിന്റെ അടുത്ത അങ്ങനെ എന്തെങ്കിലും അല്ല, അങ്ങനെയൊന്നും അതൊക്കെ ഇല്ല. നമുക്ക് ഈ SDP ഒക്കെ പറഞ്ഞ മാതിരി 2047 കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു വർത്തമാനമായി പോകും. ഞങ്ങളെ സംബന്ധിച്ച് ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ്. ഇപ്പോൾ ആദ്യം ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞവർ 3 സീറ്റായി, പിന്നെ അത് 2 ഡിജിറ്റായി, ഇപ്പോൾ 20-30 സീറ്റൊക്കെ പറയുന്നുണ്ട്. 80 സീറ്റിൽ വരെ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. 80 സീറ്റിൽ വരെ എന്നുള്ളതാണ് NDAയുടെ ഒരു കണക്ക്. 80 സീറ്റ് വരെ വിജയിക്കാമെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എറണാകുളം ജില്ലയിൽ കോൺഗ്രസിൻ്റെ കോട്ട എന്ന് പറയുന്ന എറണാകുളം ജില്ലയിൽ 6 സീറ്റുകൾ NDA വിജയിച്ചിരിക്കും. അത് പറയാൻ പറ്റില്ല. എറണാകുളം ജില്ലയിലെ കണക്കാണ് പറയുന്നത്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എറണാകുളത്താണ്. അപ്പോൾ ആ രീതിയിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം വരും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന മാതിരി NDAയോടുള്ള ഒരു അയിത്തം ഇന്ന് കേരളത്തിലില്ല. പണ്ട് NDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രത്യേകിച്ച് ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമരയ്ക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമായിട്ട് അയിത്തമായിട്ട് കരുതിക്കൊണ്ടിരുന്നു. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷ ആളുകൾ ഉള്ള ഒരു നിയോജകമണ്ഡലമായി ഈ കുന്നത്തുനാട്, പെരുമ്പാവൂർ, പിറവം, ഈ മേഖലകൾ. ഇവിടെയൊക്കെ ശക്തമായിട്ടുള്ള ഒരു NDA, അതൊരു പക്ഷേ 2020യോടുള്ള താല്പര്യമായിരിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നണിയിൽ വന്നപ്പോൾ വലിയൊരു തരംഗമായിട്ട് തന്നെ അത് പോകുന്നുണ്ടെന്നുള്ളതാണത്. പക്ഷേ ഈ FCR വിഷയത്തിൽ സഭകൾ നടത്തിയ പ്രസ്താവനയെല്ലാം ഈ NDAയിലേക്ക് വരാൻ തയ്യാറായി നിന്ന ഒരു സമൂഹത്തെ തിരിച്ചു പോകാനുള്ള ഒരു ഇതുണ്ടാകും. ഇതിൽ ഈ FCR ഇവിടുത്തെ വിശ്വാസികൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കുന്നത്? സഭാ മേലധ്യക്ഷന്മാർ പറയുമ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ, അത് എന്തുമാവട്ടെ, ആര് പറഞ്ഞു എന്നുള്ളതല്ല, അതിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് ഉണ്ട് എന്ന് NDAയുടെ നേതൃത്വത്തിന് ബോധ്യം വന്നതുകൊണ്ടാണ് അടിയന്തരമായിട്ട്, അല്ലെങ്കിൽ ഇന്നലെ ചർച്ച ചെയ്യാനിരുന്നൊരു വിഷയം നിർത്തിവെപ്പിക്കാനും അത് ചർച്ച ചെയ്ത് അതിൻ്റെ ആശയക്കുഴപ്പം മാറ്റിയതിന് ശേഷം അത് പാർലമെൻറ്റിൽ കൊണ്ടുവരാനായിട്ടുള്ള തീരുമാനമെടുത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ അവിടെ ഒരു വിധത്തിലുമുള്ള ഒരാശയക്കുഴപ്പത്തിൻ്റെയും ആവശ്യമില്ല. എല്ലാവരുടെയും ആശയക്കുഴപ്പം പരിഹരിച്ചുകൊണ്ടായിരിക്കും ആ ബില്ല് പാർലമെൻറ്റിൽ വരിക. അതിൽ കൂടുതൽ എന്താ പറയാൻ പറ്റുക നമുക്ക്? അതിൽ കൂടുതൽ ഒരു വാഗ്ദാനം ആർക്കാ കൊടുക്കാൻ സാധിക്കുക? ബില്ല് വന്നതിൻ്റെ ടൈമിംഗ് ഭയങ്കര മോശമായി പോയില്ലേ? അല്ല, അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്നുള്ളതാണത്. അതിനേക്കാൾ പ്രയോറിറ്റി രാജ്യസുരക്ഷയ്ക്ക് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇത് കോൺഗ്രസ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ആണെങ്കിൽ ഇലക്ഷൻ സമയത്ത് അത് കൊണ്ടുവരില്ല. അപ്പോൾ അതുപോലും അവർ ആ രാജ്യസുരക്ഷയെ മാത്രം നോക്കി അങ്ങനെ ഒരു ബില്ല് ആ സമയത്ത് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അവിടെ ഉണ്ടെന്ന് ഉള്ളതിൻ്റെ തെളിവാണെന്നാണ് പറയുന്നത്. പക്ഷേ അത് ചില വിഭാഗങ്ങളിൽ കേരളത്തിനെ സംബന്ധിച്ച് ക്രിസ്ത്യൻ സഭകൾക്ക് അതിലൊരു കൺസേൺ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ NDA നേതൃത്വം അതുമായിട്ട് ബന്ധപ്പെട്ടു. പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ലിസ്റ്റിൽ വന്ന ആ ചർച്ച അവിടെ നിന്ന്
മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നു എന്നുള്ളതാണത്. അപ്പം നമുക്കൊരു പ്രശ്നം പരിഹാരമല്ലേ വേണ്ടേ? ആ പരിഹാരത്തിലേക്കാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് FCRAയുടെ കാര്യത്തിൽ ആർക്കും ഒരാശങ്കയും വേണ്ട. ആ ആശങ്കകൾ ഞങ്ങൾ പരിഹരിച്ചിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ സീറ്റുകൾ ഇങ്ങനെ വന്നപ്പം കാൻഡിഡേറ്റ്സിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്, അതായത് പല കാൻഡിഡേറ്റ്സും വരുന്നു, അവർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പോലും പേരില്ല, അല്ലെങ്കിൽ ചില കാൻഡിഡേറ്റ്സിൻ്റെ പേരിന് മാറ്റം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ 19 സീറ്റും പെട്ടെന്ന് നമുക്ക് ലീഡേഴ്സിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ എന്താ സംഭവിച്ചത്? അല്ല, ഞങ്ങൾ ശരിക്കും ആദ്യം ഞങ്ങൾ 2020 ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 50 സീറ്റുകളിൽ മത്സരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. 140 മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 50 സീറ്റുകളിൽ ഇത്തവണ മത്സരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ NDAയിൽ ചേർന്നത്. NDA ചേർന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എത്ര സീറ്റുകളാണ് ഞങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ഞാൻ അങ്ങനെ ഒരു ഡിമാൻഡ് ചെയ്തില്ല. ഇത്ര സീറ്റ് കിട്ടണം, കിട്ടിയാലേ ഞങ്ങൾ ചേരൂ, അങ്ങനെ ഒരു കണ്ടീഷണൽ ഇതല്ലായിരുന്നു. ഞാൻ വളരെ നിരുപാധികമായിട്ട് NDA ചേരുകയാണ് ചെയ്തത്. ഒരു കണ്ടീഷനും വെക്കാതെ, ഒന്നും ചർച്ച ചെയ്യാതെ. ഇന്നും NDAയിൽ ഞങ്ങളുടെ ഒരു രീതിയിലുള്ളൊരു ഭാരവാഹിത്വമില്ല. കൺവീനറോ വൈസ് പ്രസിഡൻറ്റോ ഒരു സ്ഥാനവും ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. ഇനി സർക്കാർ തലത്തിലുണ്ടാകാവുന്ന വിവിധ കോർപ്പറേഷനുകളുടെ ഇതുണ്ട്, ഞങ്ങൾ ഒരെണ്ണം പോലും ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഒരാനുകൂല്യങ്ങളും പറ്റാതെ വളരെ നിസ്വാർത്ഥമായിട്ട് ചേർന്ന ഒരു പാർട്ടി ഉണ്ടെങ്കിൽ 2020 മാത്രമുള്ളൂ. കാരണം എൻ്റെ ഉള്ളിൽ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊസിഷനേക്കാൾ ഉപരി ഈ കേരളത്തെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരിതാണത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളതിൽ ചേർന്നു. ഞങ്ങൾക്ക് അവർ ന്യായമായിട്ടുള്ള, ഇവിടെയും ഞാൻ പറഞ്ഞില്ലേ, കാരണം 2020യുടെ പ്രസൻസ് 14 ജില്ലകളിലും വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ 14 സീറ്റായി, BDJSനും 14 സീറ്റായി. പിന്നെ ഞങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ, ഞങ്ങൾ കഴിഞ്ഞ തവണ 8 സീറ്റിൽ മത്സരിച്ചതാണ് ഇവിടെ. അപ്പോൾ 14ഉം 8ഉം എത്രയായി? 22 സീറ്റായി. അതാണ് ആദ്യമായിട്ട് തീരുമാനിച്ചത്. പക്ഷെ അതിൽ നിന്ന് കുറഞ്ഞ് ഞങ്ങളെ പറയുകയാണെങ്കിൽ ശരിക്കും 3 സീറ്റ് കുറഞ്ഞു എന്നുള്ളതാണത് ആദ്യ തീരുമാനത്തിൽ നിന്ന്. അല്ലാതെ അതിനകത്തൊരു 2020ക്ക് ഒരു കൂടുതൽ പ്രാതിനിധ്യം അതിനല്ല. കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്തപ്പം നമ്മളത് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാതെ ചെയ്തതിന്റെ അല്ല, അതിന് സംഭവിച്ചത് അതല്ല. നമുക്കറിയാം, വളരെ അപ്രതീക്ഷിതമായിട്ട് വളരെ ഷോർട്ട് ടൈമാണ് ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തത്. എനിക്ക് തോന്നുന്നില്ല ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ദിവസം പെട്ടെന്ന് അനൗൺസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷെ അവിടെ നമ്മളെല്ലാവരും വിചാരിച്ചത് ഏപ്രിൽ 20ഓ ഏപ്രിൽ 30ഓ ആണ് ഇലക്ഷൻ നടക്കാമെന്ന് വിചാരിച്ചിരുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയത്. അപ്പോൾ കേരളം ആദ്യത്തെ പട്ടികയിൽ വന്നപ്പോൾ നമുക്ക് ഏറ്റവും കുറവ് സമയമാണ് കിട്ടിയത്. ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏതൊക്കെ സീറ്റുകളിലാണ് മത്സരിക്കേണ്ടത് എന്നുള്ള തീരുമാനമായിട്ടില്ല. എനിക്ക് തിങ്കളാഴ്ച അതിൻ്റെ പിറ്റേ ദിവസമാണ് പകുതി സീറ്റുകൾ റിലീസ് ചെയ്തത്. ചൊവ്വാഴ്ചയാണ് സെക്കൻഡ് ലോട്ട് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുന്നിൽ 5 ദിവസമേ ഉള്ളൂ നാമനിർദ്ദേശ പട്ടിക കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ട ഒരു ചുമതലയിട്ട് വന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെ അതിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും നിർത്താനാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പം സാധിക്കും അത്. പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആളുകളെ സെലക്ട് ചെയ്ത് ഒരു മിക്സ് ഓഫ് പ്രൊഫഷണൽസ് ആവണം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ എല്ലാവരും ഈ തവണ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ പട്ടിക എന്ന് പറയുന്നത് പുതിയ രീതിയിൽ പരിഷ്കരിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ചോദിച്ചു, പാർലമെൻറ്റിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, അസംബ്ലിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്തിൽ വോട്ട് ചെയ്തു. എല്ലാവർക്കും അറിയാം പഞ്ചായത്തിലെ വോട്ടല്ല പാർലമെൻറ്റും അസംബ്ലി. അപ്പോൾ അതിലുണ്ട് എന്നുള്ള ഒരിത് മാത്രം മേടിച്ചുകൊണ്ട് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്ത ഒരു കൈപ്പിഴകാണത്. അതൊരു പെശക തന്നെയാണത്. പക്ഷേ അത് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ മാറ്റി പുതിയ ആളുകളെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു, അനൗൺസ് ചെയ്തു. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 54 വർഷം ഭരണം നടത്തിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്.
ഇന്ത്യ ഭരിച്ചൊരു പാർട്ടി. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ഏറ്റവും അടുത്ത ഭാവി മുഖ്യമന്ത്രി എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരാൾ, അദ്ദേഹം നോമിനേഷൻ കൊടുത്തിട്ട് അത് തടഞ്ഞു വെച്ച് സ്കൂട്ടനിക്ക് വിട്ടു. കാരണം എന്താ? എല്ലാ കാര്യങ്ങളും ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഈ ചെറിയ പെശകിനേക്കാൾ എത്രയോ ഗുരുതരമായിട്ടുള്ള, കാരണം തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദ് ചെയ്യാനായിട്ടുള്ള കുറ്റമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വിജയിച്ചാലും എതിർകക്ഷി കേസിന് പോയാൽ ആ തെരഞ്ഞെടുപ്പ് അസാധുവാക്കാവുന്ന കുറ്റം. അപ്പോൾ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ളൊരു ചെറിയൊരു പാർട്ടി ഒരു പെശക് പറ്റിയതിനെ പറ്റി വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, 54 വർഷം ഇന്ത്യ ഭരിച്ച കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, അടുത്ത മുഖ്യമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപനം നടത്തിയ ആളുടെ ഈ പറയുന്ന നോമിനേഷൻ തന്നെ തെറ്റായിട്ട് കൊടുത്തു, വസ്തുതകൾ മറച്ചു വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താ?